അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ജീവിതത്തിൽ മഹത്വമേറിയ അതിശക്തിയായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷെ ആരും അത് ശ്രദ്ധിക്കില്ല, അത് നിസ്സാരാക്കി കളയും. വളരെയധികം ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്, പക്ഷെ അത്രയും നിസ്സാരാക്കി കാണും. അങ്ങനെയാണ് മനുഷ്യർ. പക്ഷേ നമ്മൾ ഈ നിസ്സാരാക്കി കൊണ്ടുപോകുന്ന കാര്യങ്ങളുടെ മറവിൽ കുറേ അപകടങ്ങളുണ്ട്. അത്രയും ദോഷകരമായ പ്രവർത്തികളാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകുള്ളൂ. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റായിട്ട് പറയാൻ പോകുന്നത് ഇഫ്രാതു ഫിൽ ഹക്കിൽ, അമിതമായ ഭക്ഷണം കഴിക്കൽ. അത് നമ്മൾ മിക്കവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണല്ലേ. കിട്ടിയതെല്ലാം വലിച്ചു വാരി തിന്നും. എല്ലാവരും ചോദിക്കും, അപ്പോൾ തിന്നണ്ടേ, കുടിക്കണ്ടേ? അങ്ങനെയൊക്കെ ചോദ്യം വരും. തിന്നണം, കുടിക്കണം, എല്ലാത്തിനും നമ്മൾ ഇസ്ലാം അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ തിന്നേണ്ട ഭക്ഷണമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഹലാലായ ഭക്ഷണമായിരിക്കണം അല്ലേ. അപ്പോൾ ആയാലും അമിതമാവരുത്, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട രീതി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നിന്നുകൊണ്ട് കഴിക്കരുത്, ഇരിക്കണം. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലണം, കൈ കഴുകണം, മുന്നിൽ വെച്ച് അരികിൽ വെച്ച് തിന്നണം. അങ്ങനെയൊക്കെ പല പല നിബന്ധനകളുണ്ടല്ലേ. തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണം, പാത്രം വടിച്ച് തിന്നണം, അങ്ങനെയൊക്കെ പല രീതികളുമുണ്ട്. അപ്പോൾ ആ ഒരു രീതി, വെള്ളം കുടിക്കുമ്പോൾ ഇറക്കിറക്കായിട്ട് കുടിക്കണം. ഇതൊക്കെ പാലിച്ചു കൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഞാൻ പറയുന്നത് അങ്ങനെ നമ്മളുടെ ശരീരത്തിന് കേടുപാടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ അല്ലേ. നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അങ്ങനെ കുടിക്കുന്നവനെ മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പം നമുക്ക് നിന്ന് കുടിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് കുടിക്കാം. കാരണം അങ്ങനെ ഇരിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ മാത്രം. അതല്ലാതെ ഇരിക്കാനുള്ള സാഹചര്യം വെച്ചുകൊണ്ട് നിന്ന് കുടിക്കുകയാണെങ്കിൽ. ഒന്നാമതായിട്ട് പറയുന്നത് ഇഫ്രാത്തു ഫിൻ നൗം, ഉറക്കത്തിൽ അമിതമായി ഉറങ്ങുക. ഈ ഭക്ഷണം കഴിക്കലായാലും ഉറങ്ങലായാലും ഇതൊക്കെ ജായിസാണ്. പക്ഷേ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ചില സമയങ്ങളിൽ ഉറങ്ങാൻ പാടില്ല. അതുപോലെ അമിതമായി ഉറങ്ങരുത്. നമുക്ക് ഉറങ്ങൽ നിർബന്ധമാണ് അല്ലേ. ഉറങ്ങണം. നമ്മളെ ഒരു ശരീരത്തിന് ഉറങ്ങി എഴുന്നേൽക്കൽ എങ്ങനെയാണ്, നമ്മൾ റീഫ്രഷ് ചെയ്യല ശരീരത്തിന്. പക്ഷേ ഉറങ്ങാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. 2 സമയങ്ങളിൽ ഉറങ്ങാൻ പാടില്ല, നിഷേധിച്ച സമയങ്ങളുണ്ട്. ഒന്ന്, സുബ്ഹി നമസ്കാരം നിസ്കരിച്ച ഉടനെ കിടന്നുറങ്ങൽ. അങ്ങനെ ഉറങ്ങിയാൽ അവൻ്റെ ആ ഒരു ദിവസത്തെ മുഴുവനും മങ്ങലാക്കി കളയും. അതുപോലെ തന്നെ അവന് ഫുള്ള് ഷെറാക്കി കളയും എന്നൊക്കെയാണ്. ആ ഒരു ദിവസം തന്നെ പോയി. അതുപോലെ തന്നെ അസറിന് ശേഷം ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങുന്നവനെ മുട്ടി എഴുന്നേൽപ്പിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റിയ സമയം ഇശാഇൻ്റെയും സുബ്ഹിൻ്റെയും ഇടയിലുള്ള സമയം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിടന്നുറങ്ങാം. രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാനായിട്ട് പടച്ച റബ്ബ് തന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഫോണിൽ കളിച്ചിട്ടും ക്രിക്കറ്റ് കളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ സമയം കളഞ്ഞിട്ട് രാവിലെ പോത്തുപോലെ കിടന്നുറങ്ങുന്നത് നമ്മുടെ ഖൽബ് എന്ന് പറയേണ്ടത് ഈമാൻ തെറിച്ച് പോകുന്ന ഒരു രീതിയിലായി പോകും. നമ്മൾ ഖൽബ് മോശപ്പെട്ടു പോകും. അത്രയും മോശമായ രീതിയിലായിപ്പോവും നമ്മുടെ ജീവിതം പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചിരിക്കുക. പക്ഷെ അതൊന്നിക്കിൽ നല്ല നിസ്കാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നതിന് വേണ്ടിയോ ഇങ്ങനെയുള്ള നല്ല കാര്യത്തിന് വേണ്ടി ഉറക്കമൊഴിക്കുക. എല്ലാവരും പറയുന്നത് നമ്മളെന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ ആയാലും സിനിമ ആയാലും കോമഡി കണ്ടാൽ ചിരിക്കും അല്ലേ. ചിരിക്കൽ മറ്റുള്ള കാര്യത്തിൽ നമ്മൾ വെറുതെ ചിരിക്കൽ, ആ ഒരു കാര്യം നമ്മൾ ഈമാൻ തെറിച്ച് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ചിരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ നിസ്സാരാക്കി കാണുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് പുഞ്ചിരിക്കാം. നമ്മളെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണെങ്കിൽ അതൊരു സ്വതക്കയാണ്. പക്ഷേ മറ്റുള്ള രീതിയിൽ അട്ടഹസിച്ച് ചിരിക്കുക എന്ന് വിചാരിച്ചാൽ നമ്മൾ അറിയാലോ എങ്ങനെ ചിരിക്കുക. ആ ഒരു ചിരി അനുവദനീയമല്ല. നിങ്ങളോട് പറയുന്നത് ഇസ്ലാമിൽ കുറച്ച് ചിരിക്കുക, ഒരുപാട് കരയുക എന്നാണ്. ആ കരയുക എന്നുള്ളത് നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി, നമ്മൾ പഠിച്ച റബ്ബിനെ ഓർത്തോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് പൊരുത്തപ്പെടിപ്പിക്കൽ കൊണ്ടോ നമ്മൾ കരയുക. അല്ലാതെ മറ്റുള്ള സീരിയൽ സിനിമ അങ്ങനെ കണ്ട് കരയലല്ല. അപ്പം നമ്മൾ
ചിരിക്കാൻ പറയുന്നുണ്ട്, ഇസ്ലാമിൽ ചിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ചെറിയ രീതിയിൽ ചിരിക്കുക, അട്ടഹസിച്ച് ചിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ, അപ്പം നമ്മൾ നിസ്സാരാക്കി കളയുന്ന, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അഞ്ചാമത്തത് സംസാരം. സംസാരം എന്ന് വെച്ചാൽ നമ്മൾ നാവിനെ സൂക്ഷിക്കണം. പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് സംസാരം സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? നമ്മൾ കൽബ് കട്ടിയായി പോകും. കൽബ് കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ ഈമാൻ തെറിച്ച് പോകുന്നു, ഈമാൻ ഇറങ്ങി പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സംസാരം ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ആ നാവ് കൊണ്ട് നമ്മൾ നരകം വാങ്ങിച്ചു കൂട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പം നമ്മൾ സംസാരം കുറക്കുക. നമ്മൾ സംസാരത്തിലൂടെയാണ് നമ്മളെല്ലാ പ്രശ്നങ്ങളും വരിക. നമ്മൾ നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളെ വായി തോന്നിയതെല്ലാം നമ്മൾ പറയും. അങ്ങനെയാണ് ജീവിതം തന്നെ അലങ്കോലമായി മാറുന്നത്. അപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നാവിനെ സൂക്ഷിക്കുക എന്നാണ്. അങ്ങനെ നമ്മൾ നാവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം തന്നെ വിജയത്തിലെത്തിക്കാൻ പറ്റും. ആറാമതായിട്ട് പറയുന്നത് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധം വേണം. ആ ബന്ധം ഇല്ലെങ്കിൽ നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഖുർആൻ എപ്പോൾ ഓതിക്കൊണ്ടേയിരിക്കുക. ഏഴാമതായിട്ട് പറയുന്നത് അള്ളാഹുവിൻ്റെ സിക്റുകൾ കൊണ്ട് നമ്മൾ നാവ് നനക്കാത്തവൻ, അങ്ങനെ ഇല്ല, അങ്ങനെ സിക്റ് ചൊല്ലാത്തവനാണെങ്കിൽ, അങ്ങനെ ദിക്റ് ചൊല്ലി നടക്കാത്തവളാണെങ്കിൽ നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. എട്ടാമതായിട്ട് പറയുന്നത് നമുക്ക് മോശപ്പെട്ട കൂട്ടുകെട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം, അതിൽ നിന്ന് അകന്ന് നിൽക്കണം എന്നാണ്. അപ്പോൾ നമ്മളെ കൂട്ടുകെട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കൂട്ടുകെട്ട് സെലക്ട് ആക്കുക. മോശമാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകുക. അപ്പം അങ്ങനെയുള്ള കൂട്ടുകെട്ട് നമ്മൾ മോശപ്പെട്ട കൂട്ടുകെട്ടാണെങ്കിൽ നമ്മളും അതിലേക്ക് എത്തും. അങ്ങനെയാണ് പടച്ച റബ്ബ് അതിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെന്താണോ ചാരിയത് ചൂഷണം, ചാണകമാണെങ്കിൽ ചാണകം മണക്കും എന്ന് പറയുന്നില്ലേ, അതുപോലെ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലായിപ്പോവും. അപ്പം നല്ലത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.